സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി, സെൻസെക്സ് ഇതൊക്കെ തന്നെ ഒരു 5 ദിവസത്തെ ഡേ ലോയിൽ വന്ന് നിൽക്കുകയാണ്. എന്തായാലും ഒരു എക്സിറ്റ് പോളിൻ്റെ ഒരു എന്തൊക്കെയോ സ്മെല്ല് അതിനകത്ത് വരുന്നുണ്ട്. കൂടാതെ അദാനി ഗ്രൂപ്പ് സ്റ്റോക്സ് 13% ഇന്ന് കയറിപ്പോയത്. വലിയ ഉയർന്ന വോളിയത്തോടു കൂടിയാണ് ഈ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ GDP ഗ്രോത്ത് എന്താ പറയുക, എസ്റ്റിമേറ്റിനെയൊക്കെ മറികടന്ന് 7.8% നിൽക്കുകയാണ് Q4. ഫോറിൻ റിസർവ് $2 ബില്യൺ ഫോളായിട്ടുണ്ട്. അതായത് മൊത്തം ഉണ്ടായിരുന്ന 10.8 ബില്യനാണ്, $2 ബില്യൺ കുറവുണ്ടായിട്ടുണ്ട്. സ്കൈ ഗോൾഡ് Q4 നെറ്റ് പ്രോഫിറ്റ് 2 ഇരട്ടിയായി വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുത്തൂറ്റ് ഫിനാൻസ് ഇന്ന് 4% റാലി രേഖപ്പെടുത്തി. Q4 റിസൾട്ടിന് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്. ഇപ്പോൾ കറൻലി റണ്ണിങ്ങിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 14 പോയിന്റ് ഗ്രീനിലാണ്, 22,702 ട്രേഡിംഗ് നടക്കുന്നത്. നിക്കി 433 പോയിന്റ് ഗ്രീനിലാണ്. ഹാങ്സെങ് 150 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 79 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 189 പോയിന്റിന്റെ 0.84% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 22,568 നിന്ന് 37 പോയിന്റ് നഷ്ടത്തിൽ 22,531 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. 22,500 മുകളിൽ ക്ലോസ് ചെയ്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ദെൻ കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. നിഫ്റ്റി 50-ലുള്ള 50 സ്റ്റോക്കുകൾ 17 സ്റ്റോക്കുകൾ പ്രോഫിറ്റിലും 33 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്സ്, കോൾ ഇന്ത്യ, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ മുകളിലോട്ട് വലിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതേസമയത്ത് DVS ലാബ്, നെസ്ലെ ഇന്ത്യ, LTI, മൈൻട്രി, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ വലിച്ച് താഴെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 126 പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവരെയായിട്ട് 5 ട്രേഡിംഗ് ഡേയ്സിൽ കിട്ടിയിരിക്കുന്നത്. അതേസമയത്ത് മെയ് മാസത്തിൽ 37 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്കുള്ളത്. ഒരു ചുവന്ന ഡോജിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. ഇന്ന് ഇന്ത്യ വിക്സ് 1.74% വർദ്ധിച്ച് 24.6 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഹൈ ആണ് വിക്സ്. ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഒരിക്കലും പോസിബിൾ അല്ലാത്ത രീതിയിലുള്ള ഒരു വിക്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റിയിൽ നോർമൽ CPR ആണ്, അതേപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നും തന്നെ പറയാനില്ല. ബാങ്ക് നിഫ്റ്റി 48,895 ഓപ്പൺ ആയിട്ട് 88 പോയിന്റ് ലാഭത്തിൽ 48,984 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,696 ഓപ്പൺ ആയിട്ട് 21 പോയിന്റ് പ്രോഫിറ്റിൽ 21,718 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 74,209 ഓപ്പൺ ആയിട്ട് 247 പോയിന്റ് നഷ്ടത്തിൽ 73,961 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 11,391 ഓപ്പണായി 32 പോയിന്റ് നഷ്ടത്തിൽ 11,358 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $78.3 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. $2,353 ഗോൾഡ് റേറ്റ്. USD INR റേറ്റ്, ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും സ്ലിപ്പായിരിക്കുകയാണ്. 83.46 ഇന്നത്തെ ഒരു $. വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇന്ന് മാസം അവസാനമാണ്. 95,467 കോടിയുടെ ബൈങ്ങും 93,854 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,613 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 21,441 കോടിയുടെ ബൈങ്ങും 19,326 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,114 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. രണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒന്നിച്ചിന്ന് ബൈങ് ആണ് നടത്തിയിരിക്കുന്നത്. 3,727 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇന്ന് ഇന്ത്യ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 42,214 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 55,733 കോടിയുടെ നിക്ഷേപവും നടത്തി. അതുവഴി 13,518 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ വീഴാതെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ പണം പമ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ മാസം നമ്മൾ കണ്ടത്.
പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി മെറ്റൽ, PSU ബാങ്ക്, നിഫ്റ്റി ബാങ്ക്, ഫിൻ സർവീസസ്, പ്രൈവറ്റ് ബാങ്ക്, ഈ സെക്ടറുകളൊക്കെയും തന്നെ ഗ്രീനിലാണ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത്. ETF നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസും ബാങ്ക് ബീസും നിഫ്റ്റി ബീസും മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ അദാനി എൻ്റർപ്രൈസസ് ഇന്ന് 6.94% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ പെർസിസ്റ്റൻ്റ് ഇന്ന് 3.19% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. അദാനി എൻ്റർപ്രൈസസ്, HDFC AMC, അദാനി പോർട്സ്, ശ്രീറാം ഫിനാൻസ്, ചോല ഫിനാൻസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, കോൾ ഇന്ത്യ, ടാറ്റ സ്റ്റീൽ, വേദാന്ത ലിമിറ്റഡ്, അശോക് ലൈലാൻഡ്, ആസ്റ്റർ DM, ദെൻ ബജാജ് ഫിനാൻസ്, ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ പെർസിസ്റ്റന്റ്, ട്രെൻറ്റ്, ഡിവിസ് ലാബ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, നെസ്ലെ ഇന്ത്യ, ലോറസ് ലാബ്സ്, REC ലിമിറ്റഡ്, TVS മോട്ടോഴ്സ്, എംഫസിസ്, ഡോക്ടർ റെഡ്ഡി, കുമിൻസ് ഇന്ത്യ, ഇൻഫി, ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിൽ അവസാനിച്ചു. 1113 സ്റ്റോക്കുകൾ ഇന്ന് NSEയിൽ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1145 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.76 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി സൈഡ് വൈസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. 22,531 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 172 പോയിന്റ് മുകളിലായിട്ട് 22,703 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 23,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. 72 ലക്ഷം കോളാണ് 23,000 വന്നിട്ടുള്ളത്. 22,500 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട്. 43 ലക്ഷമാണ് അത് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.76 തന്നെയാണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 48,984 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 396 പോയിന്റ് മുകളിലായിട്ട് 49,380 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 50,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. 21 ലക്ഷം കോളാണ് ഇവിടെ റേറ്റ് ചെയ്തിട്ടുള്ളത്. 49,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട്. 10 ലക്ഷം പുട്ടാണ് ഇവിടെ റേറ്റിംഗ് നടന്നിട്ടുള്ളത്. നാളെയുള്ള റിസൾട്ടുകളുടെ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. അതുപോലെ ഗ്ലോബൽ ഈവൻസിൻ്റെയും അപ്ഡേറ്റ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം നാളെ ജൂൺ 1-ാം തീയതി ആണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇനി നാളെ ഹോളിഡേ കൂടി ആയതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടായിരിക്കും അപ്ഡേറ്റ്സ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ ഇൻട്രാഡേ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 2,312 രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിട്ട് 11 ട്രേഡിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റിയിൽ 1% പ്രോഫിറ്റ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 1% ലോസും ഉണ്ട്. ഫിൻ നിഫ്റ്റിയിൽ 1.5% പ്രോഫിറ്റാണ്. മിഡ് ക്യാപ്പിൽ 2.2% ലോസാണ്. സെൻസെക്സിൽ 1.6% ലോസാണ്. ബാങ്ക് എക്സും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഇന്ന് ട്രേഡ് നടന്നിട്ടില്ല. ഈ മാസം നോക്കും, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 445 ട്രേഡിൽ നിന്നായി 1:2.14 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 55.57% ഹയസ്റ്റ് പ്രോഫിറ്റാണ് ഞങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നത്. 55% പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഇൻട്രാഡേ ട്രേഡിങ്ങിലും ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് തന്നെയാണ്. ഈ മാസം 2,91,641 രൂപയുടെ ഹയസ്റ്റ് ലോസ് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ 6,25,064 രൂപയുടെ പ്രോഫിറ്റും വന്നിട്ടുണ്ട്. അതിൽ നിന്ന് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നെറ്റായിട്ട് 3,33,423 രൂപയുടെ പ്രോഫിറ്റാണ് ബാക്കിയായിട്ട് വന്നിരിക്കുന്നത്. റിസ്ക് റിവാർഡ് റേഷ്യോ 1:2.14 എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ആവറേജ് ഒരു ട്രേഡിൽ 749 രൂപയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ദെൻ ഇത്രയൊക്കെയാണുള്ളത്. നിഫ്റ്റി ഈ മാസം 36% പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഗുഡ്, നല്ലൊരു പെർഫോമൻസ് ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ 41% ഉണ്ട്. ഫിൻ നിഫ്റ്റിയിൽ 4.9% ഉള്ളൂ. അത് ഒരു എന്താ പറയുക, നമുക്ക് ബ്രോക്കറേജ് കഴിയുമ്പോൾ ഒന്നും തന്നെ അതിനകത്ത് ബാക്കി ഉണ്ടാവില്ല. അതൊരു ബ്രേക്ക് ഈവനായി എന്ന് പറയാം. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 51% പ്രോഫിറ്റ് ഉണ്ട്, ഡീസൻ്റ് ആണ്. സെൻസെക്സിൽ 73% പ്രോഫിറ്റ് ഉണ്ട്, അതും സൂപ്പറാണ്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 125% പ്രോഫിറ്റ് ഉണ്ട്, അതും അടിപൊളിയാണ്. ആകെ ഈ മാസം ഒരു ഫിൻ നിഫ്റ്റി മാത്രമാണ് നമുക്ക് ചെറിയൊരു പണി തന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഓൾ റൈറ്റ് ഓക്കെയാണ്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് വന്നത്. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സോണിൽ, അതായത് ബ്രേക്ക്ഔട്ട് ലൈൻ മുതൽ R1 അല്ലെങ്കിൽ S1 വരെയുള്ള ഈ ഒരു സോൺ നോ ട്രേഡ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്ത് അവിടെ എൻട്രി എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ 2 ട്രേഡുകളാണ് പ്രധാനമായിട്ടും കിട്ടിയത്. താഴോട്ടുള്ള ഒരു ട്രേഡും മുകളിലോട്ടുള്ള ഒരു ട്രേഡും, അങ്ങനെ ട്രേഡുകളാണ് കിട്ടിയത്. സോ അതിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചങ്ങ് പോയിന്നേ ഉള്ളൂ. മറ്റു പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും തന്നെ പറയാനില്ല. കാരണം മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു മാർക്കറ്റിൽ എന്ത് വിശേഷം പറയാനാണ്. അപ്പോൾ നിഫ്റ്റിയിൽ ഓവറോൾ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ഡോജിയാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തത്. ഒരു അൺസർട്ടിനിറ്റി അല്ലെങ്കിൽ മനസ്സിലാകാത്ത, ആർക്കും ഒരു കൃത്യമായ ഒരു പിക്ചർ കിട്ടാത്ത രീതിയിലുള്ള ഒരു എൻഗൾഫിങ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ള ഇൻസൈഡ് ബാർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാധനമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് 2 സാഹചര്യം ഇതിനുണ്ടാവും തിങ്കളാഴ്ച വരുമ്പോൾ. ഒന്നുകിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കയറി വരാം, അല്ലെങ്കിൽ ഇതിൻ്റെ താഴേക്ക് ഒരു റെഡ് ക്യാൻഡിൽ, രണ്ടും സംഭവിക്കാം, രണ്ടിനും സാധ്യതയുണ്ട്. അതേപോലെ ഇവിടെ സെൻസെക്സിലേക്ക് നോക്കുകയാണെങ്കിലും
ഒരു രീതിയിൽ എൻഗൾഫിംഗ് ആയിട്ട് തന്നെ ഇവിടെ മാർക്കറ്റിൽ ഉള്ളത് നോ ട്രേഡ്സ്, അതായത് മന്ത്ലി ബ്രേക്ക് ഈവൻ പോയിന്റിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ നോ ട്രേഡ് സോണിൻ്റെ അടുത്താണ് മാർക്കറ്റ് ഉള്ളത്. സോ ഇവിടെ നിന്ന് പൊട്ടിയാൽ താഴോട്ട് നല്ല രീതിയിൽ പോകും, മുകളിലോട്ടാണെങ്കിൽ നല്ല രീതിയിൽ കയറി പോവുകയും ചെയ്യും. കറക്റ്റ് സ്ഥലത്താണ് മാർക്കറ്റിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച മുതൽ എക്സിറ്റ് പോളിൻ്റെ കളിയായിരിക്കും. ആ സമയത്ത് മാർക്കറ്റ് പറക്കണോ അല്ലെങ്കിൽ വീഴണോ എന്ന് തീരുമാനിക്കാൻ കറക്റ്റ് കയ്യാലപ്പുറത്താണ് ഇപ്പോൾ കയറ്റി വെച്ചിട്ടുള്ളത്. അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറയാനില്ല. മിഡ് ക്യാപ്പ് പോലും ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റീസാണ് പ്രധാനമായിട്ടും ഈ മാർക്കറ്റിൽ മൂവ്മെൻറ്റിനെ തീരുമാനിക്കുന്നത്. സോ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാർക്കറ്റ് പോകും. ബാങ്ക് നിഫ്റ്റി, ഫിനാൻസ് സെക്ടർ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. സോ നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നതെല്ലാം. ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരു അത്യാവശ്യം ഇന്നലത്തെ ലോയിൽ നിന്നും തിരിച്ച് കയറി വന്നിട്ടുണ്ട്. സോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കൺഫർമേഷൻ ഒന്നല്ല, ചിലപ്പോൾ സംഭവിച്ചേക്കാം മുകളിലേക്ക്. ദെൻ ഇവിടെ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം. ഈ ചാനൽ ഇതുവരെയായിട്ട് 10,900 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്നലത്തെ വീഡിയോ 930 പേര് കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു. നിഫ്റ്റി നാളെ റീടെസ്റ്റിന് വേണ്ടി മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇനിയുള്ള കളികളിൽ ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവും വെടിക്കെട്ടും എല്ലാം കാണും. അതുകൊണ്ട് ഞാൻ ചെറുതായി ഒന്ന് മാറി നിൽക്കുന്നു. എങ്കിലും പൂരം കാണാനുണ്ടാകും. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമാണ്. EV ഇൻഡെക്സ് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ഇവിടെ ഇതാരാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ അലക്സ് ആണ് പറഞ്ഞത്, രണ്ടാമത് പ്രീതി TV, ദെൻ മൂന്നാമത്തത് റഷീദ് PP. 700-800 പോയിന്റ് റേഞ്ചിൽ സപ്പോർട്ട് പലരും കരുതി. എന്നാൽ മാർക്കറ്റ് താഴോട്ട് സാങ്കേതിക പിന്തുണ പല സ്റ്റോക്കുകളിലും കളഞ്ഞു. ചിലപ്പോൾ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. എന്തേലാവട്ടെ, എനിക്കത് ക്ലിയറായി മനസ്സിലായിട്ടില്ല എന്താണ് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, 700-800 പോയിന്റ് റേഞ്ചിൽ സപ്പോർട്ട് പലരും കരുതി. എന്തിനാണ്? നിഫ്റ്റിയുടേതായിരിക്കും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. മിഷാൽ മുന്ന, നാളെ മൈൻഡ് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അല്പം പോസിറ്റീവ് ആയി നാളെ മുന്നോട്ട് അങ്ങനെ ജൂൺ 4 വരെ മീഡിയം ഇടിവ്. ജൂൺ 4 ശേഷം 22 റൂളിംഗ് പാർട്ടി കിട്ടിയില്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് അല്പം പരുങ്ങലിൽ ആവും. കാണാൻ പൊടിപുരം നാളെ ഗ്യാപ്പ് ആഫ്റ്റർനൂൺ രാവിലത്തെ പ്രോഫിറ്റ് വാങ്ങി മൂപ്പര് പോകും. ഇന്ന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദെൻ ഹമീദ്, നിഫ്റ്റി 23,300 വരും എന്ന് റാസ് ലെവൽസ് പ്രിഡിക്ഷൻ പ്രകാരം കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് 3 ദിവസം കൊണ്ട് 2,40,000. ഇതൊക്കെ പറയാനേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് റിയാലിറ്റി ഏതൊരു മനുഷ്യനെയും തിരിച്ചറിയാൻ പറ്റുന്നതാണ്. റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ അതൊരു പ്രിഡിക്ഷൻ മാത്രമാണ്. അതിൽ ഗ്യാരണ്ടി ചെയ്യുന്നില്ല അത് എവിടെയും തന്നെ. ഇത് പറയുന്ന ഞാനായാലും അല്ലെങ്കിൽ ആ ലെവൽസ് ആയാലും ഒരിക്കലും നിങ്ങളോട് അവിടെ എങ്ങനെയായാലും അവിടെ എത്തിച്ചു തരും എന്നുള്ളത് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഒരിക്കലും അങ്ങനെയുള്ള ഒരു ക്ലെയിം നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. രണ്ടാമത്തത്, നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു ദിവസം ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ ഒരു ക്യാപിറ്റലിൻ്റെ 6% മാക്സിമം ലോസ് അലോ ചെയ്യുന്നുള്ളത്. ഓവർനൈറ്റ് നേക്കഡ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അബദ്ധമാണ്. മണ്ടത്തരം എന്നതിനേക്കാൾ കൂടുതൽ കാശ് പോകാനുള്ളൊരു വഴി മാത്രമാണ് അത്, അല്ലാണ്ട് കാശ് കിട്ടാനുള്ള വഴിയല്ല. എപ്പോഴും ഞാൻ പറയാറുണ്ട് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യരുത് എന്നുള്ളത്. റാസ് ലെവൽസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവരെ നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 18 മാസത്തെ എടുത്ത് നോക്കൂ. എല്ലാ മാസത്തിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ മാസം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. മറ്റന്നാൾ 4-ാം തീയതി എലക്ഷൻ റിസൾട്ടാണ്. മാർക്കറ്റിൽ എല്ലാവർക്കും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. എങ്ങോട്ട് പോകുമെന്നത് ഒന്നും അറിയാത്തൊരവസ്ഥ. അവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ റാസ് ലെവൽസിനെ കുറ്റം പറയാൻ നിൽക്കരുത്. റാസ് ലെവൽസ് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ല. അത് ഉപേക്ഷിച്ചേക്ക്, അതിനെ ഫോളോ ചെയ്യാതിരിക്കുക. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു വലിയൊരു അബദ്ധമാണ്. ഇനിയെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. കാരണം ലെവൽസ് പിവേർഡ്സ് എന്ന് പറയുന്നത് അതൊരു എക്സ്പെക്റ്റേഷനാണ്. എക്സ്പെക്റ്റേഷൻ്റെ മുന്നിൽ നമുക്ക് റിയാലിറ്റി ഉണ്ടാവണം. റിയാലിറ്റി വന്ന് എത്തണം. അവിടെ എത്തിയാൽ മാത്രമേ അത് എത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഒരു പ്രൊജക്ഷനാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ടിൽ റൂളിംഗ് പാർട്ടി ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് 2 ഭാഗക്കാരുണ്ട്, 2 കൂട്ടരും പറയുന്നുണ്ട്. പക്ഷേ അത് ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ അത് സത്യത്തിൽ ആരാണ് ജയിക്കുക എന്നുള്ള ഏത് കൂട്ടർ പറഞ്ഞത് ശരിയാവും എന്ന് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ അതേപോലെ തന്നെയാണ് ഒരു മാസം മുമ്പേ തരുന്ന ലെവൽസാണ്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ എത്താതിരിക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് കണ്ണടച്ച് പോകരുത്. മൊത്തത്തിൽ ക്യാപിറ്റൽ ഇത് ഈ ഹമീദ് ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലീസ് ഒന്ന് വിളിക്കുക. ദെൻ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഇനിയെങ്കിലും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. കാരണം എന്താ പറയുക, ആ മാർക്കറ്റ് എവിടത്തേക്കെങ്കിലും വരും എന്ന് പറഞ്ഞിട്ട്. അതേപോലെ റാസ് ലെവൽസ് വേറൊരു കാര്യമുണ്ട്. റാസ് ലെവൽസിൽ ഒരു ലോവർ റേഞ്ച് തന്നിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് പ്രതീക്ഷിച്ചില്ല എന്നതും കൂടി നോക്കണം.
സോ ഒരിക്കലും ഇങ്ങനെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു നഷ്ടത്തിലേക്ക് നിങ്ങളുടെ ട്രേഡുകളെ കൊണ്ടുപോകാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ എന്താ പറയുക, അതിൽ കൂടുതൽ ഒന്നും തന്നെ അതിനെക്കുറിച്ച് പറയാനില്ല. ഓവർനൈറ്റ് ഹോൾഡ് ചെയ്തത് തന്നെ ഏറ്റവും വലിയ അബദ്ധമായിട്ടുണ്ട്. കുമിൻസ് റിസൾട്ട് നല്ലതായിട്ടും എങ്ങനെ 6.3 ഡൗൺ പോയി ഇന്ത്യൻ അറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ നോക്കിയിട്ടില്ല. പ്രബീത് വ്ളോഗ്സ് 80% പ്രിഡിക്ഷൻ നിസ്സാര കാര്യമൊന്നുമല്ല. സോ യു പ്രൊസീഡ് ബ്രോ. നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ. നെഗറ്റീവ് അല്ല, ഇപ്പോൾ ഉള്ളിലൊരു കമൻറ്റ് കണ്ടില്ലേ, റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ തെറ്റിപ്പോയി, എൻ്റെ 2 ലക്ഷം രൂപ പോയി എന്ന്. സിംപ്ലി പുള്ളിക്ക് എഴുതി വിട്ടാൽ മതി. പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ റിയാലിറ്റി എല്ലാം പോയിട്ടില്ലായിരിക്കാം. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ വന്ന പരാജയമാണ്. എന്തുകൊണ്ട് അദ്ദേഹം എന്താ പറയുക, വേറെ ഏതെങ്കിലും ഒരു ലെവൽസിലും ഫോളോ ചെയ്തിട്ട് അതിലും ഇങ്ങനെ അബദ്ധം പറ്റിയെന്ന് പറയുന്നില്ല. കാരണം ഇവിടെ ഞാൻ ആ കമൻറ്റ് വായിക്കും, അതിന് മറുപടി പറയും എന്നൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരിക്കലും നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഒരു പ്രൊജക്ഷൻ എന്നുള്ളത് ജിയോമെട്രിക് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു പ്രൊജക്ഷനാണ്. അവിടെ എത്തണം എന്ന നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ പോട്ടെ, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബോറാക്കുന്നില്ല. ദെൻ സർ, യൂട്യൂബ് വ്യൂവേഴ്സിന് എലക്ഷൻ ബേസ് ഓപ്ഷൻ ട്രേഡ് സ്ട്രാറ്റജി വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും എലക്ഷൻ ബേസ് സ്ട്രാറ്റജി ഉണ്ട്. ഞാൻ വീഡിയോ രൂപത്തിൽ ഇടാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് സൺഡേയോ മൺഡേ മോർണിംഗിലുള്ള സെഷനിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. സ്വിംഗ് ഇത് ഉറപ്പില്ല കേട്ടോ, എനിക്ക് പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നല്ലത് ഇന്നൊരു ഗൂഗിൾ മീറ്റ് കൂടായിരുന്നു, പക്ഷേ ഓർത്തില്ല ഞാൻ സത്യത്തിൽ, അതാ പറ്റിയ. അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ക്ലാസിക് പിജിയൻ, സ്വിംഗ് ട്രേഡിന് പറ്റിയ സ്റ്റോക്സ് കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താമോ? സ്വിംഗ് ട്രേഡുകൾക്കുള്ള റെക്കമെൻഡേഷൻസ് എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല, അത് പ്രശ്നമാവും. അബ്ദുൾ റഷീദ്, വാട്ട് ഈസ് ദ റിയൽ സ്റ്റേറ്റ് ഓഫ് മാർക്കറ്റ്? ആക്ച്വലി ഒരു അൺസർട്ടിനിറ്റിയാണ് ഇതിനകത്ത്. കൃത്യമായിട്ടൊരു മാർക്കറ്റിൻ്റെ അവസ്ഥ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇലക്ഷൻ റിസൾട്ട് വന്നാൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ചാർട്ടിൽ തീം ഡാർക്കിൽ നിന്നും ലൈറ്റ് ആക്കാമോ? ഹൊറിസോണ്ടൽ ലൈൻസ് വ്യക്തമായി വീഡിയോയിൽ കാണാൻ സാധിക്കുന്നില്ല, പ്രത്യേകിച്ച് ബ്ലൂ ലൈൻസ്. ഓക്കെ, ഈ ഒരുപാട് പേരുടെ സജഷൻ പ്രകാരമാണ് ഞാൻ ഡാർക്ക് തീം ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ അതിന് അഡിക്റ്റഡ് ആയി സത്യം പറഞ്ഞാൽ. അതിൽ എനിക്ക് വർക്കൗട്ട് ആവുള്ളൂ. കാരണം വൈറ്റ് സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഈ സ്ക്രീൻ തന്നെ നിങ്ങൾക്ക് ഫുൾ ലൈറ്റ് നിങ്ങളുടെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ടാവും. അത് കുറേ നാൾ അങ്ങനെ നോക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും അത്. സോ അതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് തീം ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ലൈൻസും ടെക്സ്റ്റും മാത്രമേ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. മാറ്റാൻ ശ്രമിക്കാം. സനോജ് PJ, സനോഫ്, എല്ലാ ഇൻഡെക്സിലും PRM വെരി ഹൈ ആണല്ലോ, പ്രീമിയം വെരി ഹൈ ആണല്ലോ, എസ്പെഷ്യലി നിഫ്റ്റി. തീർച്ചയായിട്ടും വിക്സിനെ ബേസ് ചെയ്തിട്ടാണ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ചാനലിൽ തന്നെ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓപ്ഷൻ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വിക്സ് കയറുമ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ പ്രീമിയം കൂടുന്നത് എന്നൊക്കെയുള്ള കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കോൾ പ്രൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പുട്ടിൻ്റെ പ്രൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ. ഓക്കെ, ഇതെന്താണ്? മനു ജോർജ്, തലേ ദിവസം ക്ലോസ് ചെയ്ത മാർക്കറ്റ് പിറ്റേ ദിവസം രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് പറയാമോ? ഗ്യാപ്പ് അപ്പ് വരുന്നത് നമ്മൾ മാർക്കറ്റിൽ 9:15 വരുന്നതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒക്കെയുള്ള സമയം 9 മണി മുതൽ 9:15 വരെ അങ്ങനെ ഒരു പ്രീ മാർക്കറ്റ് സെഷൻ അവർക്കുണ്ട്. ബൾക്കായിട്ടുള്ള ഡീലിങ്സ് ആ സമയത്ത്, ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ട ബൾക്ക് ഡീലിങ്സ് എല്ലാം തന്നെ ആ സമയത്തേക്ക് നടക്കും. അപ്പോൾ ഇന്നിപ്പം ഒരു 22,000 മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 500-1000 കോടിയുടെ ബൈങ് ഈ 9 മുതൽ 9:15 വരെ നടന്നിട്ടുണ്ടെങ്കിൽ അത്രയും പോയിന്റ് മാർക്കറ്റ് മുകളിലോട്ട് വരും. മാർക്കറ്റ് ബൈങ് നടക്കുന്നതിനനുസരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകും, ഷോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതിനനുസരിച്ച് താഴോട്ടും പോകും. അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴോട്ട് പോയി നിൽക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലോസ് ചെയ്തെടുത്തത് നമ്മൾ 9:15 എത്തുമ്പോൾ അതിനിടയ്ക്ക് ഒരു 1/4 മണിക്കൂർ ട്രേഡിംഗ് നടന്നത് നമ്മൾ കാണുന്നില്ല. അവിടെയാണ് ഈ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ സംഭവിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രീ മാർക്കറ്റ് സെഷനിൽ. ദെൻ അലക്സ്, ഓപ്ഷൻ്റെ പ്രീമിയം 70% മുതൽ 80% ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ വലിയ ചതിക്കുഴി ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു. ഞാനില്ല ഈ കളിക്ക്. ഇന്നൊക്കെ ബാങ്ക് നിഫ്റ്റി 1000 രൂപയുടെ മുകളിലാണ് പ്രീമിയം വന്നത്. അത് അറ്റ് ദ മണി സ്ട്രൈക്കിൽ, ഇൻ ദ മണി അല്ല, അറ്റ് ദ മണി സ്ട്രൈക്കിൽ 1000 രൂപയുടെ മുകളിൽ വന്നു. ഒരു പരുവത്തിലാണ് അത് ട്രേഡ് ചെയ്ത് ഒപ്പിച്ചത്. നിഫ്റ്റി അറ്റ് ദ മണി പ്രൈസ് 470. നിഫ്റ്റിയിൽ അറ്റ് ദ മണി സ്ട്രൈക്ക് സത്യമായിട്ടും അത്രയധികം. ഇത് എല്ലാവരും ഈ ചോദ്യം ചോദിക്കുന്നവരൊക്കെ തന്നെ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണ് ആ പ്ലേലിസ്റ്റ് എന്നുള്ളത്. ട്രേഡേഴ്സ് അരീന എന്നുള്ള ഈ ചാനലിൽ പോവുക. ദെൻ ഇതിൽ ഇവിടെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എന്നറിയാം. പ്ലേലിസ്റ്റ് എന്ന ഈ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പ്ലേലിസ്റ്റ് ഈ താഴെ പിങ്ക് കളറിൽ ഓപ്ഷൻസ് ട്രേഡിംഗ് പഠിക്കാം എന്നുള്ള ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ അതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ
എന്താണ് ഇൻട്രൊഡക്ഷൻ ടു ഓപ്ഷൻസ്, പുട്ട് ഓപ്ഷൻ പ്രൈസിങ്, ഇതാ കോൾ ഓപ്ഷൻ പ്രൈസിങ്, ചാപ്റ്റർ നമ്പർ 3ഉം 4ഉം ഒന്ന് കണ്ടാൽ മതി, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറൈറ്റ്, അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളതാണ്. പക്ഷേ ഓപ്ഷൻ പ്രീമിയം എന്നത് വൊളാറ്റിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പം വൊളാറ്റിലിറ്റിയും കൂടെ ഉള്ള ഒരു സംഭവമാണ് ഓപ്ഷൻ പ്രീമിയം. സോ അത് ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതലും വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് തിങ്കളാഴ്ച മോർണിംഗിൽ നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.